വെൽക്കം ബാക്ക്. ഉണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഓക്സിലറീസ് ആണ് ഹാസും ഹാവും. ഒരു സെന്റൻസിലെ സബ്ജക്റ്റായി ദർ വരുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഈസും ആറുമാണ്. ഒരു നെഗറ്റീവ് സെന്റൻസിൽ ഇല്ല എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസിനും ആറിനും ഹാസിനും ഹാവിനും പുറമെ ഡൂവും ഡസും കൂടി ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. റൂഫിൽ ഒരു ചിലന്തി ഉണ്ട്, മേൽക്കൂരയിൽ ഒരു ചിലന്തി ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ദർ ഈസ് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ദർ ഈസ് എ സ്പൈഡർ ഓൺ ദ റൂഫ്. റൂഫിൽ ഒരു സ്പൈഡർ ഉണ്ട്. ഒരു സ്പൈഡറേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ദർ ഈസ് എന്ന് പറഞ്ഞത്. സ്പൈഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നിലധികം ചിലന്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ദർ ആർ എന്നാണ്. There are spiders on the roof. The roof has a spider on it എന്നല്ല നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ പറയുക. There is a spider on the roof എന്നാണ്. പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് there is അല്ലെങ്കിൽ there are ആണ്. സബ്ജക്റ്റായി there വരുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് is അല്ലെങ്കിൽ are ആണ്. നോർമലി നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക has അല്ലെങ്കിൽ have ആണ്. ഇത് there ഉപയോഗിച്ച് തുടങ്ങുന്ന സെന്റൻസസിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലന്തി എവിടെയാണ്? വേർ ഈസ് ദ സ്പൈഡർ. നോർമലി നമ്മൾ ആണ് എന്ന അർത്ഥത്തിലാണ് ഈസും ആറും ആമും ഉപയോഗിക്കുക. സബ്ജക്റ്റ് ദർ ആവുമ്പോൾ മാത്രമാണ് ഈസിനും ആറിനും ഉണ്ട് എന്നൊരർത്ഥം വരുന്നത്. ചിലന്തി എവിടെയാണ്? വേർ ഈസ് ദ സ്പൈഡർ. ഇറ്റ് ഈസ് ഓൺ ദ റൂഫ്. അത് റൂഫിന് മുകളിലാണ്. ഇപ്പൊ ഈ രണ്ട് എക്സാമ്പിൾസിലും ഈ രണ്ട് സെന്റൻസസിലും നമ്മൾ ഈസ് ഉപയോഗിച്ചിട്ടുള്ളത് ആണ് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ ദർ ഇസ് എ സ്പൈഡർ ഓൺ ദ റൂഫ് എന്ന് പറയുമ്പോൾ ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. ഒരു ചിലന്തിക്ക് 8 കാലുകളുണ്ട്. ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. സബ്ജക്റ്റ് സ്പൈഡർ ആണ്. ഒരു ചിലന്തി എ സ്പൈഡർ ഹാസ് 8 ലെഗ്സ്. ഒരു ചിലന്തിക്ക് 8 കാലുകളുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഹാസ് ആണ്. നോർമലി നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഹാസും ഹാവും. സബ്ജക്റ്റ് ദർ ആയി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈസും ആറും ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. എ സ്പൈഡർ ഹാസ് 8 ലെഗ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സ്പൈഡർ ഹാസ് ഗോട്ട് 8 ലെഗ്സ് അങ്ങനെയും പറയാവുന്നതാണ്. ഹാസിന് പകരം നമുക്ക് ഹാസ് ഗോട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ എ സ്പൈഡർ എന്ന സബ്ജക്റ്റിന് പകരം സ്പൈഡേഴ്സ് ആയിരുന്നു സബ്ജക്റ്റ് എങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. സ്പൈഡേഴ്സ് ഹാവ് 8 ലെഗ്സ് അങ്ങനെ വേണം പറയാൻ. അല്ലെങ്കിൽ സ്പൈഡേഴ്സ് ഹാവ് ഗോട്ട് 8 ലെഗ്സ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. സ്പൈഡർ ഒരു സിംഗുലർ നൗൺ ആയത് കാരണം അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഒരു സ്പൈഡർ എ സ്പൈഡർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. സ്പൈഡർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ സ്പൈഡേഴ്സ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകമായി എന്തിനെങ്കിലും കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് പ്ലൂറൽ നൗൺസിന്റെയും അൺകൗണ്ടബിൾ നൗൺസിന്റെയും കൂടെ നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ സ്പൈഡർ സിംഗുലർ ആണ്, കൗണ്ടബിളും ആണ്, നമുക്ക് എണ്ണാൻ പറ്റും. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എപ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനർ വേണം. ഡിറ്റർമിനർ എന്ന് പറയുമ്പോൾ അത് പൊസസീവ് ആവും. മൈ, യുവർ, ഹിസ് അതുപോലത്തെ എന്തെങ്കിലും വാക്കാവാം. ദിസ്, ദാറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു ഡെമോൺസ്ട്രേറ്റീവ് ആയിരിക്കാം. ഇനി അതുപോലത്തെ എന്തെങ്കിലും വാക്കുകളും ആയിരിക്കാം. ഇതെപ്പോഴും ഓർക്കേണ്ടതാണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഒരു ചിലന്തിക്ക് 8 കാലുകളുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഉണ്ട് എന്നാണ്. അതിന് നമ്മൾ ഉപയോഗിച്ചത് ഹാസ് ആണ്. എ സ്പൈഡർ ഹാസ് 8 ലെഗ്സ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് ഉണ്ടോ എന്നാണ്. നമുക്കിത് രണ്ട് രീതിയിൽ ചോദിക്കാം. നമുക്ക് ഹാസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പറയാം: Does a spider have 8 legs? Does a spider have 8 legs? ഇങ്ങനെ ഡസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡു ഉപയോഗിച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാവ് വരുന്നുണ്ട് എന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ഡസ് മാത്രം പോരാ, അല്ലെങ്കിൽ ഡു മാത്രം പോരാ. ഡുവിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടോ എന്ന അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഡസിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടോ എന്ന അർത്ഥം വരുന്നത്. ഡു ആയാലും ഡസ് ആയാലും അതിനുശേഷം വരുന്നത് ഹാവ് ആണ്, ഹാസ് അല്ല. സ്പൈഡറിന് പകരം നമ്മൾ സ്പൈഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഡു ഉപയോഗിച്ചിട്ടാണ്. ഡു സ്പൈഡേഴ്സ് ഹാവ് 8 ലെഗ്സ്? ചിലന്തികൾക്ക് 8 കാലുകളുണ്ടോ? നമുക്ക് ഇതേ ചോദ്യം തന്നെ ഹാസ് ഉപയോഗിച്ചും ഹാവ് ഉപയോഗിച്ചും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം: ഹാസ് എ സ്പൈഡർ ഗോട്ട് 8 ലെഗ്സ്? ഒരു സ്പൈഡറിന് 8 ലെഗ്സ് ഉണ്ട്. ഇങ്ങനെ ഹാസ് ഉപയോഗിച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിന് ശേഷം ഒരു ഗോട്ട് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഡസ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഡു ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിനുശേഷം ഹാവ് വരുന്നുണ്ട്. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അതിനുശേഷം ഗോട്ട് വരുന്നുണ്ട്. ഹാസ് എ സ്പൈഡർ ഗോട്ട് 8 ലെഗ്സ്?
നമുക്ക് ഹാവ് ഉപയോഗിച്ചും ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എ സ്പൈഡർ എന്നല്ല ഉപയോഗിക്കുക, സ്പൈഡേഴ്സ് എന്ന പ്ലൂറൽ നൗണാണ് ഉപയോഗിക്കുക. ഹാവ് സ്പൈഡേഴ്സ് ഗോട്ട് 8 legs? ഉണ്ടോ എന്ന അർത്ഥത്തിൽ നമുക്കിങ്ങനെ ഡൂവും ഡസും ഹാവിന്റെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഹാവ് അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി ഹാസും ഹാവും ആണ്. അപ്പൊ നമ്മൾ ഡസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡു ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം സബ്ജക്റ്റിന് ശേഷം ഹാവ് അവിടെ ഉണ്ടായിരിക്കണം. ഡസ് എ സ്പൈഡർ ഹാവ് 8 legs? ഡസ് എ സ്പൈഡർ ഹാസ് 8 legs എന്ന് ചോദിക്കരുത്, ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വേണ്ടത്ര ചെയേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട്. നമ്മുടെ കയ്യിൽ വേണ്ടത്ര ചെയേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഹാവ് ഉപയോഗിക്കും, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്, നമ്മളാണ്. വി ഹാവ് ഗോട്ട് വേണ്ടത്ര ചെയേഴ്സ്, ഇനഫ് ചെയേഴ്സ്. അതങ്ങനെയാണ് നമ്മൾ പറയുന്നത്. വി ഹാവ് ഗോട്ട് ഇനഫ് ചെയേഴ്സ്. ആ ഗോട്ട് അവിടെ നിർബന്ധമില്ല, വി ഹാവ് ഇനഫ് ചെയേഴ്സ് എന്ന് പറഞ്ഞാലും മതി. ഇത് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പക്കൽ വേണ്ടത്ര ചെയേഴ്സ് ഉണ്ടോ? ഇപ്പൊ സ്പൈഡറിന് 8 കാലുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഡു ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഹാവ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മളാണ്, വി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാസോ ഡസോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹാവ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ? ഹാവ് വി ഗോട്ട് ഇനഫ് ചെയേഴ്സ്? നമ്മളുടെ പക്കൽ വേണ്ടത്ര ചെയേഴ്സ് ഉണ്ടോ? ഡു ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഡു വി ഹാവ് ഇനഫ് ചെയേഴ്സ്? നമ്മളുടെ അടുത്ത് വേണ്ടത്ര ചെയേഴ്സ് ഉണ്ടോ? ഹാവ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിന് ശേഷം ഗോട്ട് വന്നു. ഡു ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഈ രണ്ട് സ്ട്രക്ചറും യൂസ് ചെയ്യുന്നത്. ഈ കുപ്പിയിൽ വെള്ളം ഇല്ല. ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സബ്ജക്റ്റ് ദർ ആവുമ്പോൾ ഈസും ആറും ഉണ്ട് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യും എന്നും പറഞ്ഞു. നമുക്കിവിടെ പറയേണ്ടത് ഈ കുപ്പിയിൽ വെള്ളം ഇല്ല എന്നാണ്. ദ ബോട്ടിൽ ഹാസ് നോ വാട്ടർ എന്നല്ല നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ പറയുക. അതിന് പകരം നമ്മൾ എന്താ പറയുക? നമ്മൾ ഈ സെൻറ്റൻസ് ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ദർ ഈസ് നോ വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ. ഈ കുപ്പിയിൽ വെള്ളം ഇല്ല. ദർ ഈസ് നോ വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ. അപ്പോൾ ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ഈസ് നോ എന്നാണ്. ഈസ് നോ വാട്ടർ എന്ന് പറയുമ്പോൾ വെള്ളം ഇല്ല. നമുക്ക് ഇതിനെ തന്നെ നോട്ട് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാട്ടറിന് മുന്നിൽ എനി കൂടി ആഡ് ചെയ്യും. നമ്മളിത് എങ്ങനെയാണ് പറയുക? ദർ ഈസ് ഇൻറ്റ് എനി വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ. ഈ ബോട്ടിലിൽ ഒട്ടും വെള്ളമില്ല. ഈസ് ഇൻ എനി വാട്ടർ എന്നാണ് നമ്മൾ നോട്ട് ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെയാണ് പറയുന്നത്. ദർ ഈസ് ഇൻ എനി വാട്ടർ. ദർ ഈസ് ഇൻ വാട്ടർ എന്നല്ല നമ്മൾ നോർമലി പറയുക. വാട്ടർ മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ ദർ ഈസ് നോ വാട്ടർ എന്നാണ് പറയുക. പക്ഷേ വാട്ടറിൻ്റെ കൂടെ എനി കൂടി വരുമ്പോൾ നോട്ട് എനി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്നാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, ദർ ഈസ് നോ വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ദർ ഈസ് ഇൻ എനി വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ എന്ന് പറയാം. ദർ ഈസ് ഇൻ നോ വാട്ടർ എന്ന് പറയരുത്, നോട്ട് എനി ആണ് നോ. ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ഈസ് ആണ്, ഹാസോ ഹാവോ അല്ല. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ദർ ആണ്. സബ്ജക്റ്റ് ദർ ആവുമ്പോൾ നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഈസും ആറും ആണ്. മേശയ്ക്ക് മുകളിൽ ഒരു പൂച്ച ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. എ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ എന്നല്ല നമ്മൾ നോർമലി പറയുക. അതിന് പകരം നമ്മൾ എന്താ പറയുക? ദർ ഈസ് എ ക്യാറ്റ് ഓൺ ദ ടേബിൾ. മേശയ്ക്ക് മുകളിൽ ഒരു പൂച്ച ഉണ്ട്. ദർ ഈസ് എ ക്യാറ്റ് ഓൺ ദ ടേബിൾ. ഇവിടെ നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഈസ് ആണ് ഉപയോഗിച്ചത്. എനിക്ക് 20 പൂച്ചകളുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്, എനിക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത്. പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഞാൻ ഇങ്ങനെയാണ് പറയുക, ഐ ഹാവ് 20 cats അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് 20 cats. ഹാവ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. രണ്ടിൻ്റെയും മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നുമില്ല. നിനക്ക് ധാരാളം പൂച്ചകൾ ഉണ്ടോ? നിനക്ക് അതാണ് സബ്ജക്റ്റ്, യു ആണ് സബ്ജക്റ്റ്. ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു ഉപയോഗിക്കാം, ഹാവ് ഉപയോഗിക്കാം. ഹാവ് യു ഗോട്ട് മെനി കാറ്റ്സ് അല്ലെങ്കിൽ സെവറൽ കാറ്റ്സ്. അതും അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഡു യു ഹാവ് മെനി കാറ്റ്സ് അല്ലെങ്കിൽ സെവറൽ കാറ്റ്സ്. ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഡു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഹാവ് വരുന്നുണ്ട്. ഹാവ് ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഗോട്ട് വരുന്നുണ്ട്. വാതിലിന് പുറത്ത് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എ മാൻ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് എന്ന് പറയാം. അതിനർത്ഥം ഒരാളെ വാതിലിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്നാണ്. നമുക്കിവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് ഈ സെൻറ്റൻസ് ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയുക, ദർ ഇസ് എ മാൻ വെയിറ്റിംഗ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ദർ ഇസ് എ മാൻ വെയിറ്റിംഗ് അറ്റ് ദ ഡോർ. വാതിലിന് പുറത്ത് എന്ന വാതിലിനടുത്ത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് ദ ഡോർ എന്ന് പറയുന്നത്. There is a man waiting at the door.
ഒരാള് വാതിലിന്റെ പുറത്ത് വാതിലിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ഈസിന് ഉണ്ട് എന്ന അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എ മാൻ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഈസിന് അർത്ഥം ആണ് എന്നാണ്. ഒരാള് വാതിലിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്നാണ് ആ സെന്റൻസിന് അർത്ഥം. ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിൾ ഉണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എവിടെയാണോ ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ സെന്റൻസിനൊന്നും പ്രോപ്പർ ആയ ഒരു സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ദർ ആർ സം ആപ്പിൾസ് ഇൻ ദ ഫ്രിഡ്ജ്. ദർ ആർ സം ആപ്പിൾസ് ഇൻ ദ ഫ്രിഡ്ജ്. കുറച്ച് ആപ്പിളുകൾ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സം ആപ്പിൾസ് എന്ന് പറയുന്നത്. ഒരു ആപ്പിളേ ഉള്ളുവെങ്കിൽ നമ്മൾ പറയുക ദർ ഈസ് എൻ ആപ്പിൾ എന്നാണ് പറയുക. അപ്പം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഈസ് ആണ്, ആർ അല്ല. ഇവിടെ ആപ്പിൾസ് പ്ലൂറൽ നൗൺ ആയത് കാരണമാണ് നമ്മൾ ദറിന് ശേഷം ആർ എന്ന വെർബ് യൂസ് ചെയ്തത്. ദർ ആർ സം ആപ്പിൾസ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിളുകൾ ഉണ്ട്. കൂട്ടിൽ ഒരു മുട്ട ഉണ്ടോ? കൂട്ടിൽ മുട്ടയുണ്ട് എന്നത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അവിടെ സബ്ജക്റ്റ് അല്ല കൂട്. അത് കാരണം തന്നെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തത് കാരണം നമ്മൾ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടിലൊരു മുട്ടയുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുക: ദർ ഈസ് എൻ എഗ് ഇൻ ദ നെസ്റ്റ്. ദർ ഈസ് എൻ എഗ് ഇൻ ദ നെസ്റ്റ്. ഇനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഈസിനെ എടുത്ത് ദറിന് മുന്നിൽ വയ്ക്കും. ഈസ് ദർ എൻ എഗ് ഇൻ ദ നെസ്റ്റ്. കൂട്ടിൽ ഒരു മുട്ടയുണ്ടോ? ഈസ് ദർ എൻ എഗ് ഇൻ ദ നെസ്റ്റ്. നമുക്ക് എൻ എഗ് എന്ന സിംഗുലർ എക്സ്പ്രഷന് പകരം നമുക്ക് എക്സ് എന്ന പ്ലൂറൽ നൗൺ യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈസ് അല്ല ഉപയോഗിക്കുക, ആറാണ് ഉപയോഗിക്കുക. ആർ ദർ എനി എഗ്സ് അല്ലെങ്കിൽ ആർ ദർ എഗ്സ് ഇൻ ദ നെസ്റ്റ്. ഇനി അവിടെ നിർബന്ധമൊന്നുമില്ല. ആർ ദർ എഗ്സ് ഇൻ ദ നെസ്റ്റ്. കൂട്ടിൽ മുട്ടകൾ ഉണ്ടോ? അല്ലെങ്കിൽ ആർ ദർ എനി എഗ്സ് ഇൻ ദ നെസ്റ്റ്. ദറിന് ശേഷം പ്ലൂറൽ നൗൺ വരുമ്പോൾ ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ദറിന് ശേഷം സിംഗുലർ നൗൺ വരുമ്പോൾ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. മുട്ടകൾ എന്ന അർത്ഥത്തിൽ നമ്മൾ എഗ്സ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന വെർബ് ആറാണ്. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ എൻ എഗ് എന്നാണ് പറഞ്ഞത്. ഒരു മുട്ടയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഈസ് ആണ്. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ദർ ആർ മെനി ഹോംലെസ് പീപ്പിൾ. വീടില്ലാത്ത ആളുകൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഹോംലെസ് പീപ്പിൾ എന്ന് പറയാം. ദർ ആർ മെനി ഹോംലെസ് പീപ്പിൾ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദർ ഉപയോഗിച്ചിട്ടാണ്. കാരണം നമുക്ക് ഈ സെന്റൻസ് വായിച്ചാൽ അറിയാം ഇതിനകത്ത് ഒരു പ്രോപ്പറായ ഒരു സബ്ജക്റ്റും ഇല്ല. വീട് അതിൻ്റെ സബ്ജക്റ്റ് അല്ല, ആളുകളും അതിൻ്റെ സബ്ജക്റ്റ് അല്ല. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ വരുമ്പോൾ ആ ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി, അതാണ് സബ്ജക്റ്റ്. അതില്ലാതെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആ സെന്റൻസ് പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക ദർ ഉപയോഗിച്ചാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയാൻ, എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ദർ ആണ്. ദർ ആർ മെനി ഹോംലെസ് പീപ്പിൾ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ക്ലാസ്സിൽ അധികം കുട്ടികളില്ല. കുട്ടികൾ, ചിൽഡ്രൻ എന്നോ സ്റ്റുഡൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ക്ലാസ്സോ കുട്ടികളോ ഒന്നും ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല. നമുക്ക് ഇല്ല എന്നാണ് പറയേണ്ടത്. ദർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദർ ആർ ഇൻറ്റ് മെനി ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ദർ ആർ ഇൻ മെനി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ. ദർ ആർ ഇൻ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഇനി കുട്ടികൾ ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആറിൻ്റെ അല്ല ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ വേറിൻ്റെ ഉപയോഗിക്കും. ദർ വേർ ഇൻ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ അധികം കുട്ടികൾ ഇല്ലായിരുന്നു. ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കുന്നത് ഉണ്ട് എന്ന് പറയാനാണ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉപയോഗിക്കും. ഈസും ആറും നമുക്ക് ദറിൻ്റെ കൂടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാം. ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് വേറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാസും ഉപയോഗിക്കും. ഇല്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് വാസിൻ്റെ അല്ലെങ്കിൽ വേറിൻ്റെ യൂസ് ചെയ്യാം. ഇവിടെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ നമ്മളിത് എങ്ങനെയാ ചോദിക്കുന്നത്? ആർ ദർ എനി ഹോംലെസ് പീപ്പിൾ ഹിയർ. ഇവിടെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആർ ദർ എനി ഹോംലെസ് പീപ്പിൾ ഹിയർ. ദർ ആർ മെനി ഹോംലെസ് പീപ്പിൾ ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് എന്നർത്ഥം. മെനി എന്ന ഡിറ്റർമിനർ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറെ പേർ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് എനി ഉപയോഗിക്കുന്നത്. അവന്റെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ഡു ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഹാവ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പറയാം? ഹാവ് യു ഗോട്ട് ഹിസ് ഫോൺ നമ്പർ. ഡു ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുക: ഡു യു ഹാവ് ഹിസ് ഫോൺ നമ്പർ. അവൻ്റെ ഫോൺ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ എന്ന അർത്ഥത്തിൽ നമുക്ക് ഹാവ് യു ഗോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡു യു ഹാവ് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ അധികം പണം ഇല്ല. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാസ് നോട്ട് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മളാണ്, വി ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. വി ഹാവിൻ ഗോട്ട് മച്ച് മണി. നമ്മുടെ കയ്യിൽ അധികം പണമില്ല.
വേണ്ടത്ര പണം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഇനഫ് മണിയാണ്. മച്ച് മണി എന്ന് പറഞ്ഞാൽ അധികം, ധാരാളം പണം എന്നർത്ഥം. നമ്മുടെ കയ്യിൽ അധികം പണമില്ല, ധാരാളം പണമില്ല. വി ഹാവിൻ ഗോട്ട് മച്ച് മണി. അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം? ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇല്ല എന്ന് പറയാനും നമുക്ക് ഡസൻ ഹാവ് അല്ലെങ്കിൽ ഡു നോട്ട് ഹാവ് ഉപയോഗിക്കാം. ഇതിങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. വി ഡോണ്ട് ഹാവ് മച്ച് മണി. വി ഹാവിൻ ഗോട്ട് മച്ച് മണി എന്ന് പറഞ്ഞാലും വി ഡോണ്ട് ഹാവ് മച്ച് മണി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഹാവിൻ ഗോട്ടിന് പകരമായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ ഡോണ്ട് ഹാവ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാവിൻ ഗോട്ടിന് പകരം ഹാസിൻ ഗോട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഡോണ്ട് ഹാവിന് പകരം ഡസിൻ ഹാവ് എന്ന് പറയും. ഡോണ്ട് ആയാലും ഡസിൻ്റെ ആയാലും അതിനുശേഷം വരുന്നത് ഹാവ് ആണ്, പിന്നെ അവിടെ ഹാസ് ഉപയോഗിക്കരുത്. അവർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. സബ്ജക്റ്റ് ഉണ്ട്, അവരാണ് സബ്ജക്റ്റ്. ദേ ഹാവ് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. ദേ ഹാവ് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. നമുക്ക് ഹാവിന് പകരം ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെയും പറയാം. ദേ ഹാവ് ഗോട്ട് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. അവർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ആണ്. അവർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു ഉപയോഗിക്കാം, ഹാവും ഉപയോഗിക്കാം. ഡു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഹാവ് വീണ്ടും വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഡു ദേ ഹാവ് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. അവർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹാവ് ദേ ഗോട്ട് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. അവർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടോ? ഹാവ് ദേ ഗോട്ട് എ ഫ്ലാറ്റ് ഇൻ കൊച്ചി. ഈ പ്രദേശത്ത് വീടുകളില്ല. ഇവിടെയും പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ല. പ്രദേശമോ വീടോ ഒന്നും അല്ല ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. അത് കാരണം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദർ ഉപയോഗിച്ചാണ്. വീടുകൾ, ഹൗസസ്. ദർ ആർ ഇൻ എനി ഹൗസസ് ഇൻ ദിസ് ഏരിയ. ഈ പ്രദേശത്ത്, ഇൻ ദിസ് ഏരിയ. ദർ ആർ ഇൻ എനി ഹൗസസ് ഇൻ ദിസ് ഏരിയ. ആർ ഇൻ എനി ഹൗസസ് എന്നതിന് പകരം നമുക്ക് ദർ ആർ നോ ഹൗസസ് എന്നും പറയാം. നമുക്കിത് ഇങ്ങനെയും പറയാവുന്നതാണ്. ദർ ആർ നോ ഹൗസസ് ഇൻ ദിസ് ഏരിയ. നോട്ട് എനി തന്നെയാണ് നോ. ദർ ആർ ഇൻ നോ ഹൗസസ് എന്ന് പറയരുത്, കാരണം ദർ ആർ ഇൻ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു നോട്ടുണ്ട്. ആർ നോട്ടാണ് ആറിൻ്റെ. ദർ ആർ ഇൻ എനി ഹൗസസ് എന്ന് പറയുക, അല്ലെങ്കിൽ എന്ത് പറയുക? ദർ ആർ നോ ഹൗസസ് എന്ന് പറയാം. അവൾക്ക് സഹോദരങ്ങളില്ല. അവൾക്ക് സഹോദരങ്ങൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഷീ ഹാസ് ഗോട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സഹോദരങ്ങൾ ഉണ്ട് എന്നർത്ഥം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പകരമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സിബ്ലിങ്സ് എന്ന വാക്ക്. അതാവുമ്പോൾ സഹോദരങ്ങൾ എന്നാണ് അർത്ഥം. അവൾക്കുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് ഗോട്ട് അല്ലെങ്കിൽ ഷീ ഹാസ് എന്ന് പറയാം. ഇല്ല എന്ന് പറയാൻ ഹാസ് നോട്ട്, അത്രേ ഉപയോഗിക്കുള്ളൂ. ഡസൻ ഹാവും നമുക്ക് ഉപയോഗിക്കാം. ഷീ ഹാസിൻ ഗോട്ട് ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ ഡസൻ ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. ഹാസിൻ ഗോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പകരമായി ഡസൻ ഹാവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷീ ഡസൻ ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഷീ ഹാസിൻ ഗോട്ട് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്നതിന് പകരം നമുക്ക് സിബ്ലിങ്സ് എന്ന് പറയാം. ഷീ ഹാസിൻ ഗോട്ട് എനി സിബ്ലിങ്സ്, അല്ലെങ്കിൽ ഷീ ഹാസ് നോ സിബ്ലിങ്സ്. ഹാസിൻ ഗോട്ട് എനി എന്ന എക്സ്പ്രഷന് പകരമായിട്ടാണ് നമ്മളിവിടെ ഹാസ് നോ ഉപയോഗിക്കുന്നത്. ഷീ ഹാസ് നോ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാലും ഷീ ഹാസിൻ ഗോട്ട് എനി സിബ്ലിങ്സ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. അവൾക്ക് ഒരു കാർ ഉണ്ടോ? സബ്ജക്റ്റ് ഷീ ആണ്. ഡസ് ഉപയോഗിച്ചോ ഹാസ് ഉപയോഗിച്ചോ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഹാസ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് പറയുക? ഹാസ് ഷീ ഗോട്ട് എ കാർ. അവൾക്ക് ഒരു കാർ ഉണ്ടോ? ഡസ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഡസ് ഷീ ഹാവ് എ കാർ. അവൾക്ക് ഒരു കാർ ഉണ്ടോ? ഹാസ് ഷീ ഗോട്ട് ആയാലും ഡസ് ഷീ ഹാവ് ആയാലും ഒരേ മീനിങ് തന്നെയാണ്. എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എനിക്ക് തലവേദന ഉണ്ട്. എ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് മുന്നിൽ. ഹാവിന് പകരം നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. അങ്ങനെയും പറയാവുന്നതാണ്. നിനക്ക് തലവേദന ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. ഡു യു ഹാവ് എ ഹെഡ് ഏക്ക്, അതും അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ ഹെഡ് ഏക്ക്. അതൊരു കുറുക്കനല്ല, അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫോക്സ്. അതൊരു കുറുക്കനല്ല. ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഈസും ആറും ഉപയോഗിക്കും. അല്ല എന്ന് പറയാൻ നമുക്ക് ഈസ് നോട്ട് അല്ലെങ്കിൽ ആർ നോട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇല്ല എന്ന് പറയാനാണ് നമ്മൾ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ഉപയോഗിക്കുന്നത്. ഡസൻ ഹാവ് ഉപയോഗിക്കുന്നതും ഡോണ്ട് ഹാവ് ഉപയോഗിക്കുന്നതും ഇല്ല എന്ന് പറയാനാണ്. അല്ല എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഈസ് നോട്ട് അല്ലെങ്കിൽ ആർ നോട്ടാണ്. നിന്റെ കീ എൻ്റെ കയ്യിലില്ല. ഇല്ല, എൻ്റെ കയ്യിലില്ല. ഐ ഹാവിൻ ഗോട്ട് യുവർ കീ. ഐ ഡോണ്ട് ഹാവ് യുവർ കീ. ഹാവിൻ ഗോട്ടിന് പകരം നമുക്ക് ഡോണ്ട് ഹാവ് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ നമ്മൾ ഹാവിൻ ഗോട്ട് ആയാലും ഡോണ്ട് ഹാവ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇല്ല എന്ന് പറയാനാണ്. അല്ല എന്ന് പറയാൻ ഈസ് നോട്ട് അല്ലെങ്കിൽ ആർ നോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. എനിക്ക് ഇന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ഉണ്ട് ഇവിടെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഞാനാണ് സബ്ജക്റ്റ്, ഐ ആണ് സബ്ജക്റ്റ്.
ഐ ഹാവ് എ മീറ്റിംഗ് ടുഡേ. എനിക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. ടുഡേ എന്ന ടൈം എക്സ്പ്രഷൻ അവസാനമാണ് വരുന്നത്. പൊതുവേ ടൈം എക്സ്പ്രഷൻസ് സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ സെൻറ്റൻസിൻ്റെ അവസാനമാണ് ഇംഗ്ലീഷിൽ വരിക. നമുക്ക് വേണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അതിനെ എടുത്ത് സ്റ്റാർട്ടിങ്ങിലും വെക്കാം. ടുഡേ ഐ ഹാവ് എ മീറ്റിംഗ് എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. ഐ ഹാവ് എ മീറ്റിംഗ് ടുഡേ അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ മീറ്റിംഗ് ടുഡേ. ഹാവിന് പകരം നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. എനിക്ക് ഇന്ന് മീറ്റിംഗ് ഇല്ല എന്ന് പറയണമെങ്കിലോ അതിന് നമ്മൾ ഉപയോഗിക്കുക ഹാവിൻ്റെ അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ആണ്. ഐ ഹാവിൻ ഗോട്ട് എ മീറ്റിംഗ് ടുഡേ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഐ ഹാവിൻ ഗോട്ട് എ മീറ്റിംഗ് ടുഡേ അതും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഒരു പ്രശ്നമുണ്ട്. ആർക്കാണ് പ്രശ്നമുള്ളത് എന്നൊന്നും പറയുന്നില്ല. ഒരു പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. സബ്ജക്റ്റായി നമ്മളിവിടെ ദർ ആണ് യൂസ് ചെയ്യുക. ദർ ഈസ് എ പ്രോബ്ലം. ഒരു പ്രശ്നമുണ്ട്. ദർ ഈസ് എ പ്രോബ്ലം. നമുക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. നമ്മളാണ് സബ്ജക്റ്റ്. ഇങ്ങനെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളവിടെ ദർ യൂസ് ചെയ്യില്ല. നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. വി ഹാവ് എ പ്രോബ്ലം അതും അല്ലെങ്കിൽ വി ഹാവ് ഗോട്ട് എ പ്രോബ്ലം. രണ്ടും ഉപയോഗിക്കാം. വി ഹാവ് എ പ്രോബ്ലം എന്ന് പറയാം അല്ലെങ്കിൽ വി ഹാവ് ഗോട്ട് എ പ്രോബ്ലം എന്ന് പറയാം. നമ്മുടെ പക്കൽ അരി ഒട്ടും ബാക്കിയില്ല. അരി ഒട്ടും ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബാണ് ലെഫ്റ്റ്. അപ്പോൾ അരി ഇല്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ? സബ്ജക്റ്റ് ഉണ്ട്. നമ്മളാണ് സബ്ജക്റ്റ്. വി ആണ് സബ്ജക്റ്റ്. വി ഹാവ് ഗോട്ട് നോ റൈസ് ലെഫ്റ്റ് അല്ലെങ്കിൽ വി ഹാവിൻ ഗോട്ട് എനി റൈസ് ലെഫ്റ്റ്. വി ഹാവ് ഗോട്ട് നോ റൈസ് ലെഫ്റ്റ് എന്ന് പറയാം. ഹാവ് ഗോട്ടിന് ശേഷം പിന്നെ നമ്മൾ നോ എന്ന നെഗറ്റീവ് എക്സ്പ്രഷനാണ് അവിടെ ഉപയോഗിച്ചത് ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി. ഹാവിൻ ഗോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ നോ ഉപയോഗിക്കരുത്. ഹാവിൻ ഗോട്ട് എന്നതിൽ തന്നെ ഒരു നോട്ടുണ്ട്. പിന്നെ വേണ്ടത് എനിയാണ്. വി ഹാവിൻ ഗോട്ട് എനി റൈസ് ലെഫ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ വി ഹാവ് ഗോട്ട് നോ റൈസ് ലെഫ്റ്റ് അങ്ങനെയും പറയാവുന്നതാണ്. നമുക്ക് ഇത് തന്നെ ഡു ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? വി ഡോണ്ട് ഹാവ് എനി റൈസ് ലെഫ്റ്റ്. ഹാവിൻ ഗോട്ടിന് പകരം നമുക്ക് ഡോണ്ട് ഹാവ് ഉപയോഗിക്കാം. അവരുടെ തൊടിയിൽ ഒരു കുളമുണ്ട്. സബ്ജക്റ്റ് ഇല്ല. തൊടി ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല, കുളവും ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല. അപ്പം നമ്മൾ ദർ ആണ് ഉപയോഗിക്കുക. ദർ ഈസ് എ പൂൾ അല്ലെങ്കിൽ എ പോണ്ട് ഇൻ ദെയർ ബാക്ക് യാർഡ്. അവരുടെ തൊടിയിൽ ഒരു കുളമുണ്ട്. ദർ ഇസ് എ പൂൾ ഇൻ ദെയർ ബാക്ക് യാർഡ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. അവർക്ക് അവരുടെ തൊടിയിൽ ഒരു കുളമുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. അവരാണ് സബ്ജക്റ്റ്. ദേ. ആദ്യത്തെ സെന്റൻസിൽ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തത് കാരണം നമ്മൾ ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ഈസ് ആണ്. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ദേ ആണ് സബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. ദേ ഹാവ് ഗോട്ട് എ പൂൾ ഇൻ ദെയർ ബാക്ക് യാർഡ്. അവരുടെ തൊടിയിൽ ഒരു കുളം അവർക്കുണ്ട്. ദേ ഹാവ് ഗോട്ട് അവർക്ക് ഉണ്ട്. ദേ ഹാവ് ഗോട്ട് എന്ന് പറയുമ്പോൾ അതാണ് അതിനർത്ഥം. ദർ ഈസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ദേ ഹാവ് ഗോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ട്. ദേ ഹാവ് ഗോട്ട് എ പൂൾ ഇൻ ദെയർ ബാക്ക് യാർഡ്. നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ എന്നൊന്നും ഇംഗ്ലീഷിൽ ചോദിക്കേണ്ട. അതിന് പകരം നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുക. ഡു യു ഹാവ് എൻ അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എൻ അപ്പോയിൻമെന്റ്. രണ്ടും ഉപയോഗിക്കാം. എനിക്ക് അപ്പോയിൻമെന്റ് ഇല്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഹാവിൻ്റെ അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ആണ്. ഐ ഹാവിൻ ഗോട്ട് എൻ അപ്പോയിൻമെന്റ് അതും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എൻ അപ്പോയിൻമെന്റ്. അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഇവിടെ ആണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഹീസ് ഹിയർ അറ്റ് ദ മൊമെന്റ് എന്നാണ്. ഇവിടെ നമ്മൾ ഈസ് തന്നെയാണ് ഉണ്ട് എന്ന അർത്ഥത്തിൽ. ആക്ച്വലി ആ സെന്റൻസിന് അർത്ഥം അവൻ ഇപ്പോൾ ഇവിടെ ആണ് എന്നാണ്. ആണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഹീസ് ഹിയർ എന്ന സെന്റൻസിൽ ഈസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹീസ് ഹിയർ അറ്റ് ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഇവിടെയാണ്. നമുക്കത് വേണമെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ഇല്ല എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഈസിൻ്റെ ആണ് ഉപയോഗിക്കുക. ഹീസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെന്റ്. അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഹീസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെന്റ്. ഇത് നിന്റെ ബാഗ് അല്ലേ? ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈസ് ഉപയോഗിക്കും. ഈസ് ദിസ് യുവർ ബാഗ്? ആണോ? അല്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ ഈസിൻ്റെ ഉപയോഗിക്കും. ഈസ് ഇൻ ദിസ് യുവർ ബാഗ്? ഇത് നിന്റെ ബാഗ് അല്ലേ? ഈസ് ഇൻ ദിസ് യുവർ ബാഗ്? അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉണ്ട്, ഇല്ല, അല്ല ഇതെല്ലാം പറയാൻ ഉപയോഗിക്കുന്ന ഓക്സിലറീസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ആക്ച്വലി പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഓക്സിലറീസും നമ്മൾ ഈ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മെയിൻ റൂൾസ് ഞാൻ ആദ്യം പറയാം. നോർമലി നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്.
സബ്ജക്റ്റ് ദർ ആയി വരുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസും ആറും ആണ്. ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലും ഹാസിനും ഹാവിനും ഈസിനും ആറിനും പുറമെ നമുക്ക് ഡൂവും ഡസും കൂടി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഡു ആയാലും ഡസ് ആയാലും അതിനുശേഷം ഒരു ഹാവ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.